കുഞ്ഞിമംഗലം കടാങ്കോട്ട് നായർ തറവാട്ടിലെ ഉണ്ണിച്ചിറയുടെ മകളാണ് കുഞ്ഞിമാക്കം. കോലത്തിരി രാജാവിൻ്റെ പടനായകരായ 12 സഹോദരന്മാർക്കിടയിൽ ഏക പെൺതരി. 12 ആൺമക്കൾക്കു ശേഷം ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി കിട്ടിയ അതീവ തേജസ്സോടുകൂടി ജനിച്ച മകളാണ് മാക്കം. 12 ആങ്ങളമാരുടെ കണ്ണിലുണ്ണിയായി അവൾ വളർന്നു. മച്ചുനനായ കുട്ടിനമ്പരുമായുള്ള വിവാഹത്തിൽ മാക്കത്തിന് ഇരട്ട കുട്ടികൾ ജനിച്ചു, ചാത്തുവും ചീരുവും. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം മാക്കത്തെ അവർ തറവാട്ടിൽ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഇത് നാത്തൂന്മാർക്ക് ഇഷ്ടമാകുന്നില്ല. അവർ പലപ്പോഴായി മാക്കത്തെ പലതരത്തിൽ കുറ്റപ്പെടുത്തി പറഞ്ഞെങ്കിലും ആങ്ങളമാർ അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാക്കത്തോടുള്ള അമിത വാത്സല്യത്തിൽ അസൂയായുക്കളായ നാത്തൂന്മാർ മാക്കത്തെ ചതിയിൽപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ആയിടക്കാണ് കോലത്തിരിയുടെ ആജ്ഞപ്രകാരം ആങ്ങളമാർക്ക് പടക്കു പോകേണ്ടി വന്നത്. ഈ തക്കം നോക്കി നാത്തൂന്മാർ കരുക്കൾ നീക്കി. എന്നും വീട്ടിലേക്ക് എണ്ണയുമായി വരുന്ന വാണിയനെയും മാക്കത്തെയും ചേർത്ത് അവർ അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കി. മാക്കത്തിൻ്റെ ആങ്ങളമാർ പോര് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയവും വാണിയൻ എണ്ണയും കൊണ്ടുവന്ന സമയവും ഒന്നായിരുന്നു. ആ തക്കം നോക്കി അവർ മാറി നിന്നു. ആരും എണ്ണ വാങ്ങാനില്ലാതെ വന്നപ്പോൾ മൃദുവായി മുറിക്കുള്ളിലിരിക്കുന്ന മാക്കം വാണിയനോട് എണ്ണ അകത്ത് പടിഞ്ഞാറ്റയിൽ വെച്ചോളാൻ പറഞ്ഞു. എണ്ണ അകത്ത് വെച്ച് വാണിയൻ പുറത്തിറങ്ങുമ്പോഴേക്കും ഭർത്താക്കന്മാരെയും കൂട്ടി നാത്തൂന്മാർ അവിടെ എത്തിയിരുന്നു. അങ്ങനെ പടക്ക് പോയി തിരിച്ചെത്തുന്ന ഭർത്താക്കന്മാരോട് മാക്കം പിഴച്ചതായി ആരോപണമുന്നയിക്കുകയായി നാത്തൂന്മാർ. അവരുടെ ദ്വാർത്ഥത്തോടു കൂടിയുള്ള ചിരി ആങ്ങളമാരുടെ ദേഷ്യം പിടിപ്പിച്ചു. ഭാര്യയുടെ വാക്കിൽ എല്ലാം മറന്നുപോയവർ മാക്കത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്നാൽ അതിന് കൂട്ടുനിൽക്കാൻ ഇളയ ആങ്ങളെയും ഭാര്യയും നിൽക്കാതെ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. കോട്ടയം വിളക്ക് കാണാനെന്നും പറഞ്ഞ് മാക്കത്തെയും മക്കളെയും കൂട്ടി 11 ആങ്ങളമാരും യാത്രയാകുന്നു. അവരുടെ ദുരുദ്ദേശം മാക്കത്തിന് മനസ്സിലായി. കുളിച്ച് തൻ്റെ കുടുംബദേവതയായ വീരചാമുണ്ടിയുടെ കുട്ടിലകത്ത് കയറി വിളക്ക് വെച്ച് തൻ്റെ നിരപരാധിത്വം മാലോകർക്ക് കാട്ടിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ആങ്ങളമാരുടെ കൂടെ യാത്രയാകുന്ന മാക്കം വഴിയിൽ മാടായിക്കാവിലമ്മയെയും കളരിവാതുക്കൽ ഭഗവതിയെയും കടലായി കൃഷ്ണനെയും തൊഴുതു നടന്നു. യാത്രക്കിടെ ദാഹിച്ചു വലഞ്ഞ മാക്കം മക്കളെയും കൂട്ടി ചാലയിലെ പുതിയ വീട്ടിൽ കയറി. ഈ വീട്ടിലെ അമ്മയുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിച്ചാണ് മാക്കം യാത്രയാക്കുന്നത്. തേജസ്വിനിയായ മാക്കത്തെയും മക്കളെയും കണ്ട് അവിടത്തെ അമ്മ അവർക്ക് ദാഹം തീർക്കാൻ കിണ്ടിയിൽ പാല് നൽകി. അവരോടുള്ള നന്ദി സൂചകമായി തൻ്റെ കഴുത്തിലും കാതിലുമുണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരി കിണ്ടിയിലിട്ട് കൊടുത്തു മാക്കം. പിന്നീട് അവർ നടന്നു. മമ്പറം കടന്ന് തച്ചങ്കരപ്പള്ളിയിൽ ഒരു പൊട്ടക്കിണറ്റിനടുത്ത് എത്തിയപ്പോൾ നട്ടുച്ചക്ക് നക്ഷത്രമുദിച്ചത് കണ്ടോ മാക്കി എന്ന് സഹോദരന്മാരുടെ ചോദ്യം കേട്ട് നോക്കിയ മാക്കത്തെയും 2 കുഞ്ഞുങ്ങളെയും ആങ്ങളമാർ ചുരികയൂരി കഴുത്തറുത്ത കിണറ്റിൽ തള്ളി. സംഭവത്തിന് സാക്ഷിയായ ഒരു മാവിലാനിയും കൊലക്കത്തിക്കിരയാക്കി. ഏറ്റവും ഇളയ ആങ്ങളയായ കുട്ടിരാമൻ മാത്രം ജ്യേഷ്ഠന്മാരുടെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നില്ല. സംഹാരരുദ്രയായ മാക്കത്തിൻ്റെ പ്രതികാരമാണ് പിന്നീട് ഉണ്ടായത്. കുഞ്ഞിമംഗലത്തെ തറവാട് കത്തിച്ചു ചാമ്പലാക്കി. വീരചാമുണ്ടിയുടെ സ്വാധീനമുള്ള കുട്ടിലകം മാത്രം കത്താതെ നിന്നു. കുട്ടിരാമനും ഭാര്യയും ഒഴികെയുള്ള ആങ്ങളമാരും അവരുടെ ഭാര്യമാരും ദുർമരണം പൂകി. സഹോദരന്മാർ താമസിയാതെ തമ്മിൽ കലഹിച്ച് തമ്മിൽ തന്നെത്താൻ മറന്ന് വാൾകൊണ്ട് കുത്തിമരിച്ചു. കടാങ്കോട്ടെ വീട്ടിൽ നാത്തൂന്മാർ ഏഷണി പറഞ്ഞ് ഭ്രാന്ത് വന്ന് തൂങ്ങി മരിച്ചു. മാക്കത്തിൻ്റെ നിരപരാധിത്വം മാലോകർക്ക് ബോധ്യമായി. സംഹാര താണ്ഡവത്തിനു ശേഷം മാക്കം മക്കളുമായി ചാലയിലെ പുതിയ വീട്ടിലെ പടിഞ്ഞാറ്റിയിൽ ചെന്നിരുന്നുവെന്നാണ് കഥ.